രാഹുൽ ഈശ്വർ ഇവിടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ആ പരിപാടിക്ക് എത്തി. ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് നടുവിൽ നിന്നുകൊണ്ട് രാഹുൽ നന്ദി പ്രകാശന പ്രസംഗം നടത്തുന്നത് യു പിയിലാണ്. ഏത് യു പിയിൽ? അയോധ്യയുടെ ചിറകേറി രാജ്യത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് BJP യാത്ര തുടങ്ങിയ അതേ യു പിയിൽ അയോധ്യ, സീതാപൂർ, ശ്രാവസ്തിയൊക്കെ നഷ്ടപ്പെട്ട BJP വാരണാസിയിൽ ഒരു പാവം അജയ് റായോട് മോദി മുട്ടടിച്ച് ജയിച്ച യു പി. അന്ന് മുതൽ എന്തായാലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടില്ല മോദി. പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലും പാർലമെന്ററി പാർട്ടി യോഗത്തിലും ജയ് ജഗന്നാഥ് എന്നാണ്. രാമനെ വിട്ടു. അയോധ്യക്കാർ ട്രൈറ്റേഴ്സ് ആണ്, വഞ്ചകരാണ്, ഗദ്ദർ എന്ന് വിളിക്കുകയാണ് അവിടുത്തെ BJP MP സാക്ഷി മഹാരാജ്. രാമനെ കേവലം വോട്ടായി മാത്രം കണ്ടവരോടുകൂടിയല്ലേ RSS പറയുന്നു അഹങ്കാരം നിർത്തുവെന്ന്? ശ്രീ രാഹുൽ ഈശ്വർ. ഇല്ല, രാഷ്ട്രീയത്തിന് അതീതമായി രാമൻ നമ്മുടെ പൊതുധാരയാണ്. അതാണ് മഹാത്മാഗാന്ധിക്ക് രാമൻ ഉണ്ടായിരുന്നത്, രാമരാജ്യം ഉണ്ടായിരുന്നത്. ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചാലും ജയ് ശ്രീരാം എന്ന് വിളിച്ചാലും ഇൻഷാ അല്ലാ എന്ന് വിളിച്ചാലും ഗോഡ് ബ്ലസ് എന്ന് വിളിച്ചാലും എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഞാൻ അയോധ്യയിൽ പ്രാണപ്രദർശനത്തിൽ പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. അതോടൊപ്പം അന്ന് തന്നെ ധന്യപൂർ പള്ളിയിൽ ജയ് ശ്രീറാമും ജയ് ജഗന്നാഥും ജനതാ ജനാർദ്ദനും ഒക്കെ ഒന്നാകുന്നത് ആത്മാർത്ഥമായ ഹൃദയത്തിൽ വിശ്വാസികളുടെ കാര്യമല്ല അങ്ങ് പറയുന്നത്. ഇപ്പോ ജയ് ശ്രീറാം എന്നത് രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ ഇല്ല, ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ ജയ് ശ്രീറാം എന്ന് മാത്രം വിളിച്ചു വരുന്ന ഒരാൾ അയോധ്യയിൽ വാരണാസിയിലെ കഷ്ടിച്ചുള്ള ജയം, അയോധ്യയിൽ, സീതാപൂരിൽ, ശ്രാവസ്തിയിൽ തുടങ്ങിയ ആ മേഖലയിൽ ഒന്നാകെ പരാജയപ്പെട്ടതിന് ശേഷം ജയ് ശ്രീറാം വിട്ട് ജയ് ജഗന്നാഥിലേക്ക് പോകുമ്പോൾ അതിൽ മറ്റൊന്നുമില്ല, പ്യൂർ വിശ്വാസം മാത്രമാണ്. നിഷ്കളങ്കനാണോ രാഹുൽ ഈശ്വർ? അതൊരു കോൺസ്പിറസി തിയറിയാണ്. ആത്യന്തികമായി വിഷ്ണുവും ശ്രീരാമനും കൃഷ്ണുമല്ല, ഞങ്ങൾക്ക് ഒന്നാണ്. അതുകൊണ്ട് ജഗന്നാഥനും ഒന്നാണ്, ശ്രീരാമനും ഒന്നാണ്. അത് പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ പരിപാടികളെല്ലാം രഘുപതി രാഘവ രാജാറിൽ തുടങ്ങിയിരുന്ന ഒരു രാഷ്ട്രപിതാവ് നമുക്ക് ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുറാൻ സൂക്തങ്ങൾ അമ്പലത്തിൽ വെച്ച് വായിപ്പിച്ചിരുന്ന മഹാത്മാ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ ബ്രേക്കിംഗ് ന്യൂസിൽ തന്നെ വളരെ ശരിയായി സൂചിപ്പിക്കുന്നത് പോലെ മോദി കാ പരിവാർ എന്നത് മാറ്റാൻ നരേന്ദ്രമോദി എന്നെ മുമ്പോട്ട് ഒരു ആശയം വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം കഴിഞ്ഞു, അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. അന്ന് അദ്ദേഹത്തിന് കുടുംബമില്ല എന്ന് പറഞ്ഞ് ശ്രീ ലാലു പ്രസാദ് യാദവ് അധിക്ഷേപിച്ചപ്പോഴാണ് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായത്. ഇനി അത്തരം കാര്യങ്ങളില്ല, ഇലക്ഷനും മറ്റും കഴിഞ്ഞുകൊണ്ട് മോദി കാ പരിവാർ മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവ് തന്നെയാണ്. കാര്യം നമുക്കെല്ലാം ഒരു ഭാരത് കാ പരിവാർ മതി, അല്ലെങ്കിൽ ഇന്ത്യ കാ പരിവാർ മതി, ഇനി ഹിന്ദുസ്ഥാൻ കാ പരിവാർ മതി. പേരെന്ത് വിളിച്ചാലും നമ്മുടെ രാജ്യത്തിന്റെ പരിവാറാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കുടുംബമാണ് നമ്മളെല്ലാം. അപ്പൊ ഇത് വളരെ പോസിറ്റീവായിട്ടല്ലേ നമ്മൾ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജിയുടെ സ്റ്റേറ്റ്മെന്റ് കാണേണ്ടത്? വളരെ സെൽഫ് കറക്ഷനിലായ ഒരു കാര്യമല്ലേ? അങ്ങനെ വിമർശിക്കുന്നതല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ചൈതന്യവും ഒക്കെ. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കോഎക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. ഒരു ആത്മീയ സംഘടനയായി ഏതോ റലത്തിൽ നിൽക്കുന്നതാണെന്ന് അങ്ങ് പറയല്ലേ? RSS രാജ്യത്തിന്റെ RSSന്റെ BJPയുടെ നയത്തിൽ ഇടപെടുന്നില്ല എന്നൊന്നും പറയല്ലേ? ശ്രീ രാഹുൽ ഈശ്വർ, ഈ കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിൽ രാജ്യം കാണുന്നത് എന്താണ്? രാജ്യം കാണുന്നത് പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടത്തോടെ പൂട്ടാനുള്ള എത്ര നീക്കങ്ങൾ നമ്മൾ കാണുന്നു. അവരുടെ നേതാക്കളെ മാത്രം തെരഞ്ഞെടുപ്പ് ജയിലിടാനുള്ള എത്രത്തോളം നീക്കങ്ങൾ നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ ഇലക്ഷന്റെ ഫണ്ട് വിലക്കുക എന്ന അങ്ങേയറ്റം കടന്ന കൈയിൽ കൂടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടന്നില്ലേ? അങ്ങനെ നീക്കം ഒന്നും ഉണ്ടാവാത്തപ്പോൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കണമെന്ന് പറയാത്ത RSS ഇലക്ഷൻ കഴിഞ്ഞ് മോദിക്ക് ഒരു അടി കേൾക്കുമ്പോഴേക്കും എന്താണ് പ്രതിപക്ഷത്തെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് അത്രയ്ക്കങ്ങ് ഈ അടിയേറ്റു എന്നൊക്കെ പറയുന്നത് മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ മറക്കരുത്. പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം മൂന്നാമതും ജയിച്ചു വന്നൊരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ശരിയാണ്, ഈ 400 അടക്കമുള്ള ഒരു നറേറ്റീവ് വലിയ തിരിച്ചടിയേറ്റുമെന്ന് വേറെ സംശയമില്ല. എനിക്ക് തോന്നുന്നില്ല ശ്രീ മോദിജിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പോലെ. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ബെൻസ്വാരയിലെ പ്രസംഗം നല്ലതാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ തട്ടി ശ്രീ മോദിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനും, RSSകാരനാണെങ്കിലും BJPക്കാരനാണെങ്കിലും മുസ്ലിം ലീഗുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും പറയുമെന്ന് തോന്നില്ല. അവിടെയാണ് നമുക്കൊരു ഡെക്കോറും തിരിച്ചു വരേണ്ട, ഡിഗ്നിറ്റി തിരിച്ചു വരേണ്ട ആവശ്യം. അത് വളരെ മുതിർന്ന ഒരു സർസംഘചാലക് ചൂണ്ടിക്കാട്ടിയ പോസിറ്റീവ് അല്ലേ? അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയാണ് കട്ട ഹിന്ദു, അല്ലെങ്കിൽ സ്ട്രോങ് ആയ ഹിന്ദു മഹാത്മാഗാന്ധിയാണ്. മോഹൻ ഭഗവത്ജി പറയുന്നത് ആ മഹാത്മാഗാന്ധിയെ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ്. RSSന്റെ പ്രാതസ്മരണകളിലൊക്കെ ഗാന്ധിജിയുടെ മെൻഷൻ ഉണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി എന്ന സെൻട്രിസ്റ്റ് ബിംബത്തെ ആദരിച്ചു പോകുന്നവരാണ്. ഒരു പരിപാടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊതുവെ 5 തരം ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ളത്. 2 ഇടതുപക്ഷ, 2 വലതുപക്ഷ ഹിന്ദുക്കൾ. അതിലൊന്ന് അംബേദ്കറൈറ്റ് ഹിന്ദുസും നമ്മുടെ ലെഫ്റ്റിസ്റ്റ് ഹിന്ദുസുമാണ് ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. വലതുപക്ഷത്ത് നിൽക്കുന്നത് സവർക്കറൈറ്റ് ഹിന്ദുസും സംഘ് ഹിന്ദുസുമാണ്. ഇവരെ 4 പേരെ കൂട്ടുന്ന സെൻട്രിസ്റ്റ് സ്പിയറാണ് ഈ ഗാന്ധിയൻ ഹിന്ദു എന്ന് പറയുന്നത്. അങ്ങനെ 5 ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ കോറായിട്ടുള്ളത്. പ്രശാന്ത് കിഷോർ മറ്റൊരു രീതി പറയുന്നുണ്ട് 4 ഹിന്ദുക്കൾ എന്ന രീതിയിൽ. ഇവരെ ഒരുമിച്ച് കൊണ്ടുപോലെ വേണ്ടത്. മഹാത്മാഗാന്ധി RSSന്റെ ശാഖകളിലും ക്യാമ്പുകളിലും പോയിട്ടില്ലേ? ആ ജാതിക്കെതിരെയുള്ള RSSന്റെ പ്രവർത്തനങ്ങളെ ബഹുമാനിച്ചിട്ടില്ലേ? അപ്പൊ RSSന്റെ ഭാഗത്തുനിന്ന് ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, ഞങ്ങളുടെ കോർപ്പറേറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഫീഡ് ഫോർവേഡ് വന്നാൽ അത് നല്ലതല്ലേ? ഞാൻ RSSകാരനല്ല, ഒരു ശാഖയിലും പോയിട്ടില്ല. പക്ഷെ RSSനും നേഷൻ ബിൽഡിംഗിൽ വലിയൊരു റോളില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പക്ഷം
സംഘടനകളിൽ ശരി ഒന്നാണ്. സാർ, അപ്പൊ അവരുടെ ഏറ്റവും താങ്കൾ പറയുന്നത് RSS എന്നല്ല ഏത് പോസിറ്റീവായി ഞാൻ പറഞ്ഞ താങ്കൾ പറഞ്ഞ RSS എന്നല്ല ഏത് സംഘടനയായാലും അത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് നല്ലതാണ്. പക്ഷേ അത് മണിപ്പൂർ കത്തുന്ന സമയത്ത് മോദി അടക്കം ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത സമയത്ത് അവിടെ കൂട്ട ബലാത്സംഗം നടക്കുന്ന സമയത്ത് പറയണ്ടേ?